രാധേ രാധേ. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ പ്രാണപ്രിയയായ, തന്റെ ആത്മസഖിയായ, തന്റെ ഹ്ലാദിനീ ശക്തിയായ, തന്റെ എല്ലാം എല്ലാമായ രസേശ്വരിയും രസികേശ്വരിയും വൃന്ദാവനേശ്വരിയുമായ രാധാറാണിക്ക് വേണ്ടി ഗോലോകത്തിലെ വൃന്ദാവനം അതുപോലെ തന്നെ ഭൂമിയിൽ പ്രതിഷ്ഠിച്ചു. ആ പ്രണയഭൂമിയിലേക്ക്, ആ സ്വപ്നഭൂമിയിലേക്ക് ഒരു പൂവായോ പുല്ലായോ പുഴുവായോ പുഴയായോ ഏതെങ്കിലും മരമായോ ജീവിയായോ ഒക്കെ ജനിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാള് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിലും രാധാകൃഷ്ണ ലീലകൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത ഒരാളുമില്ല. അപ്പൊ ആ പ്രണയഭൂമിയിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോ അവിടുത്തെ രാധാ ശ്യാമസുന്ദര ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത്. ഈ രാധാശ്യാമസുന്ദര ക്ഷേത്രം ഒരുപാട് പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അവിടുത്തെ ശ്യാമസുന്ദര വിഗ്രഹം എങ്ങനെയാണ് ഉണ്ടായത്, ആ കഥയാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആ കഥയെന്ന് വെച്ചാൽ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വെസ്റ്റ് ബംഗാളിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടി ജനിക്കുന്നു. അവർ കുട്ടിക്ക് ദുഃഖി എന്ന് പേരിടുന്നു. ആ കുട്ടിക്ക് ദുഃഖി എന്ന് പേരിട്ടതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ മുമ്പുണ്ടായിരുന്ന അവരുടെ മക്കളെല്ലാം ജനിച്ച ഉടനെ തന്നെ മരിച്ചുപോയി. അപ്പൊ അവസാനം ഈ കുട്ടിയെങ്കിലും ആശ്രയമാകട്ടെ എന്ന് വിചാരിച്ച് ഈ കുട്ടിക്ക് അവർ ദുഃഖി എന്ന് പേരിടുന്നു. ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചതല്ലേ, അതുകൊണ്ട് ദുഃഖി എന്ന ആ കുട്ടിക്ക് പേരിട്ടു. ആ കുട്ടി അങ്ങനെ ദുഃഖി കൃഷ്ണദാസ് എന്നറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ആ കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ ആത്മീയമായ ഒരുപാട് ഗുണങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ കുട്ടി സംസ്കൃത ശ്ലോകങ്ങളും കവിതകളും ഒക്കെ വളരെ വേഗത്തിൽ തന്നെ പഠിച്ചെടുത്തു. എല്ലാവരോടും സ്നേഹവും നല്ല ഗുണങ്ങളും ഒക്കെ അവൻ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിലെത്തിയപ്പോ അധ്യാപകർക്കൊക്കെ അവനൊരു അതിശയമായിരുന്നു. കാരണം ഇത്ര വേഗത്തിൽ അവൻ സംസ്കൃത ശ്ലോകങ്ങളും കവിതകളും ഒക്കെ പഠിക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ 18 വയസ്സായപ്പോൾ തന്നെ കൃഷ്ണദാസ് തന്റെ ആത്മീയ പാത തിരഞ്ഞെടുത്തു, സ്വയം തിരഞ്ഞെടുത്തു എന്ന് തന്നെ പറയാം. അങ്ങനെ അദ്ദേഹം വൃന്ദാവനത്തിലെത്തുന്നു. വൃന്ദാവനത്തിൽ അദ്ദേഹം അവിടുത്തെ രമണീയത, പ്രകൃതി രമണീയത കണ്ടിട്ട് അദ്ദേഹത്തിന് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നു. രാധാകൃഷ്ണ ലീലകൾ നടന്ന സ്ഥലങ്ങളൊക്കെ അദ്ദേഹം ഓടി നടന്ന് കാണുന്നു. അപ്പോ അത് മാത്രമല്ല, അദ്ദേഹം രാധാറാണിയുടെ ജന്മസ്ഥലമായ ബർസാനയിൽ പോകുന്നു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അദ്ദേഹം സമാധിയിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം വൃന്ദാവനത്തിൽ ഓരോ മുക്കും മൂലയും രാധാകൃഷ്ണ ലീലകൾ നടന്ന സ്ഥലവും ഗോവർദ്ധന പർവ്വതവും ഒക്കെ അദ്ദേഹം കാണുന്നു. രാധാകുണ്ടും ശ്യാമകുണ്ടും ഒക്കെ കണ്ട് അദ്ദേഹം ആ ഭൂമിയിൽ, ആ മണ്ണിൽ കിടന്ന് ഉരുളുന്നുണ്ട്. അപ്പോ രാധാകൃഷ്ണ ലീലകളൊക്കെ ഓർത്ത് അദ്ദേഹം സമാധിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു തികഞ്ഞ രാധാഭക്തനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ജീവ ഗോസ്വാമിയുടെ ശിക്ഷണത്തിലെത്തുന്നു. ജീവ ഗോസ്വാമിയെ അദ്ദേഹം ഗുരുവായി സ്വീകരിച്ചു. ജീവ ഗോസ്വാമി ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ജോലികൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, രാവിലെ യമുനയിൽ നിന്ന് വെള്ളം ശേഖരിച്ചുകൊണ്ട് വരിക, അതിനുശേഷം അവിടെ ചാടൂ മണ്ഡലമുണ്ട്. അവിടെ എല്ലാ ദിവസവും രാധാകൃഷ്ണ ലീലകൾ, രാസലീല നടക്കുന്നു എന്നാണ് വിശ്വാസം. ആ രാധാകൃഷ്ണ ലീലകൾ നടക്കുന്ന സ്ഥലമൊക്കെ ചൂലുകൊണ്ട് വൃത്തിയാക്കുക. അതുകൊണ്ടാണ് അവിടെ ചാടൂ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ജോലികളാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നത്. ഇദ്ദേഹം വളരെ സന്തോഷപൂർവ്വം സ്നേഹത്തോടുകൂടി ആ ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. വളരെ ആത്മാർത്ഥതയോടുകൂടി, സ്വയം മറന്ന് ആത്മനിർവൃതിയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, നിഷ്കളങ്കതയോടുകൂടിയാണ് അദ്ദേഹം ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അത്രയും മനസ്സിലേറ്റി ധ്യാനത്തോടുകൂടി രാധാറാണിയുടെ നാമങ്ങൾ ഉരുവിട്ട്, രാധാ മന്ത്രങ്ങൾ ഉരുവിട്ട് ആ നിർവൃതിയിലാണ് അദ്ദേഹം ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭക്തിയും ആത്മനിർവൃതിയും ഒക്കെ കണ്ടിട്ട് പലപ്പോഴും രാധാറാണിക്ക് ഇദ്ദേഹത്തിന് ദർശനം കൊടുത്താലോ എന്ന് പോലും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം രാത്രി ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വയം തോന്നുകയാണ്, ഇന്നിവിടെ രാസലീല നടക്കുന്നുണ്ട്, രാധാകൃഷ്ണ ലീലകൾ നടക്കുന്നുണ്ട്. രാധാറാണി ഇങ്ങനെ നൃത്തം ചെയ്യുന്നു, കൃഷ്ണന് ചുറ്റും ഇങ്ങനെ നൃത്തം ചെയ്യുന്നു, പൂർണ്ണചന്ദ്രന് ചുറ്റും ഇങ്ങനെ പ്രകാശം പരക്കുന്നത് പോലെ അതെല്ലാം അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ്. ഗോപികമാരൊക്കെ ചുറ്റിനുമുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന് സ്വയം തോന്നുകയാണ് ഉറങ്ങുമ്പോൾ. അങ്ങനെ അദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റു. എന്നത്തെയും പോലെ അദ്ദേഹം രാവിലെ യമുനയിൽ നിന്ന് വെള്ളം ശേഖരിച്ചു. വെള്ളം ശേഖരിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നത്തെയും പോലെ ചൂലെടുത്തു. അവിടുത്തെ രാസമണ്ഡലമൊക്കെ, രാസലീല നടന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കാനായി അദ്ദേഹം അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തിന് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം അവിടുത്തെ വൃക്ഷങ്ങളും ചെടികളും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ പുല്ലുകളും അവിടെ എല്ലാം കാൽപ്പാടുകൾ, രാധാകൃഷ്ണന്മാരുടെ കാൽപ്പാടുകൾ, ഗോപികമാരുടെ കാൽപ്പാടുകളൊക്കെ അദ്ദേഹം ഇങ്ങനെ മണ്ണിൽ കാണുകയാണ്. മണ്ണിൽ പതിഞ്ഞു കിടക്കുന്ന കാൽപ്പാടുകൾ. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു ആത്മനിർവൃതിയിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. ഒരു സമാധി അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. അദ്ദേഹം ആ മണ്ണിൽ കിടന്ന് ഉരുളുന്നുണ്ട്. കാരണം താൻ ഇത്രയും അധികം സ്നേഹിക്കുന്ന, താൻ ജീവശ്വാസമായി കാണുന്ന
രാധാകൃഷ്ണന്മാരുടെ ആ കാൽപ്പാടുകൾ കണ്ടിട്ട് അദ്ദേഹം ആ മണ്ണിൽ കിടന്ന് ഇങ്ങനെ ഭക്തിപൂർവം, ഭക്തിപൂർവം ഇങ്ങനെ വീണ് ഉരുളുന്നുണ്ട്, സമാധി അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ വൃത്തിയാക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു മാതള വൃക്ഷമുണ്ട്. ആ മാതള വൃക്ഷത്തിനടുത്ത് എന്തോ ഒന്ന് തിളങ്ങുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം ഇങ്ങനെ പതുക്കെ അവിടെ പോയി എന്താ ഈ തിളങ്ങുന്നത് എന്ന് പോയി നോക്കും. അപ്പോഴാണ് അത് കാണുന്നത് അതൊരു പാദസരം, അതൊരു കൊലുസാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അപ്പോൾ സാധാരണ പാദസരമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ഒരുപാട് രത്നങ്ങളും കല്ലുകളും, അതും ഇന്ദ്രനീല കല്ല് പതിപ്പിച്ച വളരെ മനോഹരമായ ഭംഗിയുള്ള ഒരു പാദസരം. അദ്ദേഹം അത് കയ്യിലെടുത്ത നിമിഷം തന്നെ അദ്ദേഹം സമാധി അവസ്ഥയിലേക്ക് പോകുന്നു. ഇതൊരു സാധാരണ പാദസരമല്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പിച്ച് മനസ്സിലായി. അദ്ദേഹം അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് വല്ലാത്തൊരു ആത്മനിർവൃതിയിലേക്ക് അവിടെ ആനന്ദ നൃത്തം ചവിട്ടി അദ്ദേഹം ഇങ്ങനെ നടക്കുന്നു. തനിക്ക് എന്തോ നിധി കിട്ടിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ആ വൃന്ദാവനത്തിൽ, ആ നിധിവനത്തിൽ അദ്ദേഹം ഇങ്ങനെ ആനന്ദ നൃത്തം ചവിട്ടി സമാധി അവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇതേ സമയം തലേ ദിവസം രാസലീലയൊക്കെ നടത്തിയിട്ട് രാധാകൃഷ്ണന്മാർ തിരിച്ച് ഗോലോകത്തെത്തുന്നു ഗോപികമാരോടൊപ്പം. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് രാധാറാണിക്ക് മനസ്സിലായത്, അയ്യോ, തന്റെ പാദസരം നിധിവനത്തിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നലത്തെ രാസലീലയ്ക്കിടയിൽ പോകുന്ന ധൃതിയിലിടയിൽ എങ്ങനെയോ എന്റെ ഇടതുകാലിലെ പാദസരം, അത് മഞ്ജുഘോഷ എന്നാണ് ആ പാദസരത്തിന്റെ പേര്, ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രണയപൂർവ്വം തനിക്ക് സമ്മാനിച്ച മഞ്ജുഘോഷ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ഗോലോകത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് രാധാറാണിക്ക് മനസ്സിലാവുന്നത്. അപ്പോ ഉടനെ തന്നെ തന്റെ സഖിയായ ലളിത സഖിയോട് പറയുന്നു, ഒരു കാര്യം ചെയ്യ്, നീ ഭൂമിയിൽ പോയി വൃന്ദാവനത്തിൽ നിധിവനത്തിൽ എവിടെയോ ഇത് വീണിട്ടുണ്ട്, നീ അവിടെ പോയി എന്റെ പാദസരം നീ കൊണ്ടുവരൂ. എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട കൃഷ്ണൻ എനിക്ക് സമ്മാനിച്ച മഞ്ജുഘോഷ എന്നുള്ള പാദസരമാണ്, അതൊരിക്കലും നഷ്ടപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് നീ എത്രയും വേഗം അവിടെ പോയി എന്റെ ആ പാദസരം നീ കൊണ്ടുവരൂ എന്ന് രാധാറാണി ലളിത സഖിയോട് പറയുന്നു. ലളിത സഖി സന്തോഷപൂർവ്വം ആ കൃത്യം നിർവഹിക്കാനായി ഭൂമിയിലേക്ക് എത്തുന്നു. അപ്പോ ഒരു വയസ്സായ ഒരു വൃദ്ധയുടെ വേഷത്തിലാണ് നമ്മുടെ ലളിത സഖി എത്തുന്നത്. നിധിവനത്തിലെത്തി. അപ്പോ ഇവിടെ നമ്മുടെ എന്താ പറയുക, അവിടെ കൃഷ്ണദാസ് പാദസരവും കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആനന്ദ നിർവൃതിയിൽ ആറാടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വൃദ്ധയായ ലളിത സഖി അവിടെ എത്തുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിനോട് പറയും, രാധേ രാധേ, ഞാൻ വന്നത് എന്താന്ന് വെച്ചാ എന്റെ മരുമകളുടെ പാദസരം ഇന്നലെ ഇവിടെ എവിടെയോ നഷ്ടപ്പെട്ടു. അവൾ ഇന്നലെ ഇവിടെ വന്ന സമയത്ത് പൂക്കൾ പിച്ചാനായിട്ടാണ് അവൾ വന്നത്. പൂക്കളൊക്കെ പിച്ചി കഴിഞ്ഞതിന് ശേഷം ഒരു സിംഹത്തിനെ കണ്ട് പേടിച്ച് അവൾ ഇവിടുന്ന് ഭയന്നോടി. അപ്പൊ ആ ഓട്ടത്തിനിടയിൽ അവളുടെ പാദസരം ഇവിടെ നഷ്ടപ്പെട്ടു. അപ്പൊ അതങ്ങ് കണ്ടിരുന്നുവോ, ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു തരൂ എന്ന് അവർ വിനയപൂർവ്വം പറയുന്നു. അപ്പോ ഈ സ്ത്രീയെ കണ്ട ഉടനെ തന്നെ നമ്മുടെ കൃഷ്ണദാസിന് മനസ്സിലായി, ഇവരൊരു സാധാരണ സ്ത്രീയല്ല, അവരുടെ മുഖത്ത് എന്തോ ഒരു പ്രകാശം തുളുമ്പുന്നുണ്ട് എന്ന് നമ്മുടെ കൃഷ്ണദാസിന് മനസ്സിലായി. എന്നിട്ടും അതൊന്നും ഭാവിക്കാതെ ചോദിച്ചു, നിങ്ങൾ ആരാണ്, എവിടെ നിന്നും വരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പൊ പറയും, ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, എന്റെ മരുമകളുടേതാണ് ഈ പാദസരം, അവളുടെ പേര് രാധാദാസി എന്നാണ്. അപ്പോ അവള് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, ഇന്നലെ വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുമല്ല അവൾക്ക് ഇപ്പൊ ഇത് വന്ന് തിരികെ വാങ്ങാൻ സമയമില്ല, അതുകൊണ്ടാണ് അവൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങൾ അത് എനിക്ക് തരൂ എന്ന് പറയും. ഉടനെ നമ്മുടെ കൃഷ്ണദാസ് അത് കൊടുക്കാൻ തയ്യാറായില്ല. ഇതൊരു സാധാരണ പാദസരമല്ല, ഒരു സാധാരണക്കാരിയുടെ മുഖമാണ് ഞാൻ നിങ്ങളിൽ കാണുന്നത്, നിങ്ങളൊരു സാധാരണ വേഷമാണ് ധരിച്ചിരിക്കുന്നത്, ഇത് പക്ഷെ ഒരു സാധാരണയായ ഒരു സ്ത്രീയുടെ പാദസരമല്ല, നിങ്ങളുടെ മരുമകളുടേതാണ് എന്ന് പറയുന്നില്ലേ, ഇതൊരിക്കലും, ഇത് കണ്ടിട്ട് ഇന്ദ്രനീല കല്ല് പതിപ്പിച്ച ഈ പാദസരം നിങ്ങളുടെ മരുമകളുടേതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു സാധാരണ സ്ത്രീക്ക് ഇത് കൊടുക്കാനും ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോ ഇത് നിങ്ങളുടേതാണ് എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മരുമകളുമായി വന്ന് ആ ആൾക്ക് മാത്രമേ, ഉടമസ്ഥയ്ക്ക് മാത്രമേ ഞാനിത് തിരികെ കൊടുക്കൂ എന്ന് ഈ കൃഷ്ണദാസ് ശഠിക്കുന്നു. അപ്പോ ലളിത സഖി വീണ്ടും വെട്ടില്ല. ഇനി താൻ എന്താ പറയുക? ഉടനെ ലളിത സഖി പറയുന്നു, നിങ്ങൾ ഇനി എന്തെങ്കിലും സമ്മാനം മോഹിച്ചാണ് ഈ പാദസരം എനിക്ക് തരാതിരിക്കുന്നതെങ്കിൽ അത് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചു തരാം, എന്തായാലും നിങ്ങൾക്കത് ഞാൻ തരാം. അതുകൊണ്ട് നിങ്ങൾ പാദസരം എനിക്ക് തരൂ, ഞാൻ എത്രയും പെട്ടെന്ന് അവൾക്ക് കൊണ്ടു കൊടുക്കട്ടെ. ഇന്നലത്തെ ദിവസം അവൾ ഉറങ്ങിയിട്ടേ ഇല്ല അത് നഷ്ടപ്പെട്ടത് കൊണ്ട്. ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നും. കാരണം അവളുടെ ഭർത്താവ് പ്രണയത്തോടു കൂടി അവൾക്ക് സമ്മാനിച്ചതാണ് ഈ പാദസരം. അതുകൊണ്ട് അത് കിട്ടുന്ന സന്തോഷം കൊണ്ട് അവൾ എന്ത് വേണമെങ്കിലും സമ്മാനമായി നിങ്ങൾക്ക് തരും. അതുകൊണ്ട് നിങ്ങൾ ഇതന്നെ ഏൽപ്പിക്കൂ എന്ന് വീണ്ടും ലളിത സഖി നിർബന്ധിക്കും. അപ്പൊ ഇത്തവണയും കൃഷ്ണദാസ് പറയും, ഇല്ല, ഉടമസ്ഥയ്ക്ക് മാത്രമേ ഞാൻ കൊടുക്കൂ.
ഇത് ഒരു സാധാരണ സ്ത്രീയുടേതല്ല, ഇത് വൃന്ദാവനേശ്വരിയായ രാധാറാണിയുടെ പാദസരമാണ് എന്ന് കൃഷ്ണദാസ് പറയുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ലളിതസഖിയുടെ മുന്നിൽ വേറൊരു മാർഗവുമില്ല, അത് രാധാറാണിയുടെ തന്നെ ആണ് എന്ന് ലളിത സഖി സമ്മതിക്കുന്നു. അപ്പോൾ ഉടനെ കൃഷ്ണദാസ് വന്നിരിക്കുന്നത് ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ താൻ രാധാറാണിയുടെ ആത്മമിത്രമായ ലളിതസഖിയാണ് താൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കൃഷ്ണദാസിന് ഒരുപാട് സന്തോഷം, ആനന്ദ നിർവൃതിയിലെത്തുന്നു. അപ്പൊ കൃഷ്ണദാസ് ലളിതസഖിയുടെ യഥാർത്ഥ രൂപം കാണിക്കാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ലളിതസഖി തന്റെ സ്വരൂപം കാണിക്കുന്നു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ വീണ്ടും ആത്മനിർവൃതിയിലേക്ക് നമ്മുടെ കൃഷ്ണദാസ് പോവുകയാണ്, സമാധി അവസ്ഥയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ആനന്ദ നൃത്തം ചവിട്ടുന്നുണ്ട്. എന്നിട്ട് രാധാറാണിയുടെ സഖിയായ ലളിതസഖിയെ നമസ്കരിക്കുന്നു. എന്നിട്ട് ലളിതസഖി ആ പാദസരം തിരിച്ചു കൊടുക്കാൻ പറയുന്നു. അപ്പോൾ നമ്മുടെ കൃഷ്ണദാസ് പറയുന്നു, എനിക്ക് എൻ്റെ രാധാറാണിയെ ഒന്ന് ദർശിക്കാൻ കഴിയുമോ, ആ പത്മപാദങ്ങളൊന്ന് ദർശിക്കാൻ എനിക്ക് അവസരം ഉണ്ടാകുമോ, ഇങ്ങനെയെങ്കിലും തനിക്ക് അതൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതുകൂടെ കേട്ടപ്പോൾ ലളിതസഖി അവിടെ നിന്ന് രാധാറാണിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് പാദസരം വാങ്ങാതെ വന്നത് കണ്ടിട്ട് രാധാറാണി കാര്യം തിരക്കുന്നു. അപ്പോൾ സത്യസന്ധമായ കാര്യങ്ങളെല്ലാം ലളിതസഖി രാധാറാണിയോട് പറയുന്നു. അപ്പോൾ രാധാറാണി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ലളിതസഖിയെ വിടുന്നു. അപ്പോൾ ലളിതസഖി തിരിച്ചെത്തിയിട്ട് രാധാറാണിയുടെ ദർശനം ഉണ്ടാകും, അതിനു വേണ്ടിയിട്ട് ഒരു രാധാ മന്ത്രം ചൊല്ലാൻ ഉപദേശിക്കുന്നു. അപ്പോൾ കൃഷ്ണദാസ് അത് ചൊല്ലുന്നു. അത് മാത്രമല്ല രാധാകുണ്ടിൽ മുങ്ങി നിവർന്നു വരാൻ പറയുന്നു. അപ്പോൾ അടുത്ത് തന്നെ രാധാകുണ്ടിൽ പോയി അവിടെ കുളിച്ചിട്ട് വരുന്നു അദ്ദേഹം. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ രൂപം തന്നെ മാറി, ഒരു ഗോപികയുടെ രൂപമായി അദ്ദേഹം മാറുന്നുണ്ട്. ഇത് കണ്ടിട്ട് കനകമഞ്ജരി എന്ന്, അദ്ദേഹത്തിന്റെ ശരീരം സ്വർണം പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു, ഒരു ഗോപികയായി മാറിയിരുന്നു. വളരെ സുന്ദരിയായ ഒരു ഗോപിക, കനകമഞ്ജരി. അദ്ദേഹത്തിന്റെ ശരീരം ഇങ്ങനെ സ്വർണം പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണ് ലളിതസഖി കനകമഞ്ജരി എന്ന് വിളിക്കുന്നത്. അപ്പോൾ രാധാറാണി അപ്പോൾ തന്നെ ദർശനം കൊടുക്കും. എന്നിട്ട് പറയും, കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ സഖിയായിരുന്നു, നിന്റെ പേര് കൃഷ്ണപ്രിയ എന്നായിരുന്നു എന്ന് പറയും. അപ്പോൾ കൃഷ്ണദാസ് ഒരുപാട് സന്തോഷമായി. രാധാറാണിയെ കാണുമ്പോൾ അദ്ദേഹം ആ മണ്ണിൽ ഇങ്ങനെ ഉരുണ്ട് പിരണ്ട് ഇങ്ങനെ രാധാ മന്ത്രങ്ങൾ ഉരുവിട്ട് ആനന്ദ നൃത്തം ചവിട്ടി രാധാറാണിയെ നമസ്കരിക്കുന്നുണ്ട്, ആ പത്മപാദങ്ങൾ നമസ്കരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ചിന്തിക്കുകയാണ്, ബ്രഹ്മാവ് പോലും വർഷങ്ങളോളം തപസ് ചെയ്തിട്ട് രാധാറാണിയുടെ ദർശനം കിട്ടിയിട്ടില്ല, തനിക്ക് അസുലഭമായ ഈ ദർശനം കിട്ടിയതിന്റെ ആ ആത്മനിർവൃതിയിൽ അദ്ദേഹം നമസ്കരിക്കുകയും ആനന്ദ കണ്ണീര് വരികയും ചെയ്യുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പറയുന്നു, എന്നെയും ഗോലോകത്തേക്ക് കൊണ്ടുപോകുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്നിട്ട് ആ പാദസരം രാധാറാണിയെ ഏൽപ്പിക്കുന്നു. അപ്പൊ രാധാറാണി ആ പാദസരം വാങ്ങി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണദാസിന്റെ നെറ്റിയിൽ ഇങ്ങനെ ആ പാദസരം വെച്ച് ഒരു തിലകം വരയ്ക്കുന്നു. രാധാറാണിയുടെ പാദത്തിന്റെ ആകൃതിയിൽ ഒരു തിലകം വരയ്ക്കുന്നു. എന്നിട്ട് ഇത് നൂപുര തിലക് എന്നറിയപ്പെടും എന്ന് പറയുന്നു. എന്നിട്ട് അതിന്റെ നടുക്ക് ചന്ദനവും കുങ്കുമവും കർപ്പൂരവും ഒക്കെ കൊണ്ട് ഒരു പൊട്ടുപോലൊരു അടയാളവും വെക്കുന്നു. എന്നിട്ട് നീ ഇന്നു മുതൽ ശ്യാമാനന്ദൻ എന്നറിയപ്പെടും എന്ന് പറഞ്ഞു. അതായത് കൃഷ്ണനെ പോലും സന്തോഷിപ്പിക്കുന്നവനാണ് നീ, അതുകൊണ്ട് ഇന്നു മുതൽ നിന്റെ പേര് കൃഷ്ണദാസ് എന്നല്ല, നിന്റെ പേര് ശ്യാമാനന്ദ് എന്നാണ് എന്ന് പറയും. അപ്പോ എന്നിട്ട് രാധാറാണി വീണ്ടും പറയും, നിനക്ക് ഈ ഭൂമിയിൽ കുറച്ച് കർമ്മങ്ങൾ കൂടി ബാക്കിയുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം നിന്നെ ഞാൻ ഗോലോകത്തേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് നിനക്ക് അവിടെ താമസിക്കാം എന്ന് പറയുന്നു. അതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ വിഷമിച്ചു നിൽക്കുന്ന കൃഷ്ണദാസിനെ കണ്ടിട്ട് രാധാറാണി സ്വന്തം ഹൃദയത്തിൽ നിന്നൊരു കൃഷ്ണ വിഗ്രഹം എടുത്ത് നമ്മുടെ കൃഷ്ണദാസിന് കൊടുക്കുന്നു, ശ്യാമാനന്ദിന് കൊടുക്കുന്നു. എന്നിട്ട് നീ ഈ കൃഷ്ണ വിഗ്രഹം പൂജിച്ചോളൂ, നീ ഉടനെ തന്നെ ഗോലോകത്തേക്ക് എത്തും എന്ന് പറയുന്നു. എന്നിട്ട് രാധാറാണി അപ്രത്യക്ഷയായി മാറുന്നു. അപ്പോ അവിടെ എല്ലാം ആ മണ്ണിൽ കുറേ നേരം ഇങ്ങനെ നമസ്കരിക്കുന്നു നമ്മുടെ കൃഷ്ണദാസ്. കൃഷ്ണദാസിന്റെ രൂപം പഴയതുപോലെ തന്നെ കനകമഞ്ജരി എന്നുള്ള രൂപം, ഗോപികയുടെ രൂപം മാറി സാധാരണ രൂപത്തിലേക്ക് എത്തുന്നു. എന്നിട്ട് ആ നെറ്റിയിൽ ആ തിലകത്തിന്റെ പാടുണ്ട്, രാധാറാണിയുടെ പാദത്തിന്റെ ആകൃതിയിലുള്ള ആ തിലകത്തിന്റെ പാട്, അതിന്റെ നടുക്കൊരു പൊട്ടുപോലുള്ള ഒരു അടയാളവും. എന്നിട്ട് കൃഷ്ണദാസിന്റെ ശരീരം മുഴുവൻ വെട്ടി തിളങ്ങുന്നുണ്ട്, വല്ലാത്തൊരു ആത്മനിർവൃതിയിൽ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ തന്നെ നമ്മുടെ കൃഷ്ണദാസ് ഇങ്ങനെ നടക്കുകയാണ്. അത് മാത്രമല്ല രാധാറാണി പറഞ്ഞിരുന്നു, ഈ നടന്ന സംഭവങ്ങളെല്ലാം നീ ആരോടും പറയരുത്, നിന്റെ ഗുരുവിനോട് മാത്രം പറഞ്ഞാൽ മതി, മറ്റാരോടും ഇതൊന്നും പറയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കൃഷ്ണദാസ് നടക്കാൻ തുടങ്ങി. തിരിഞ്ഞ് ഇങ്ങനെ നടന്ന് അദ്ദേഹം കുറേ നടക്കുന്നു.
നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എത്തുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുത്താണ്. അപ്പോൾ അദ്ദേഹത്തിനോട് എല്ലാം തുറന്നു പറയുന്നു. അപ്പൊ ജീവഗോസ്വാമി ഇതെല്ലാം കേട്ടിട്ട് അത്ഭുതപ്പെടുന്നു. അത് മാത്രമല്ല, ജീവഗോസ്വാമിക്ക് കൃഷ്ണദാസിനെ കണ്ടപ്പോ തന്നെ എന്തൊക്കെയോ പ്രത്യേകതകൾ തോന്നി. കാരണം പോയ ആളല്ല തിരിച്ചു വരുന്നത്, ശരീരം മുഴുവൻ വെട്ടിത്തിളങ്ങുന്നുണ്ട്. അത് മാത്രമല്ല, നെറ്റിയിൽ ഇതുപോലെ ഒരു തിലകം, ആ തിലകത്തിന് നടുക്കൊരു പൊട്ട്, ഇതൊക്കെ കണ്ടിട്ട് അതിശയിച്ച ഇദ്ദേഹത്തിനോട് എല്ലാ കഥകളും നമ്മുടെ കൃഷ്ണദാസ് എല്ലാം പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് മാറ്റി നിർത്തിയിട്ടാണ് പറയുന്നത്, കാരണം മറ്റാരും കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോ കഥ കേട്ട ജീവഗോസ്വാമി ആനന്ദ നടനം നടത്തുന്നു. അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷമൊക്കെ ഉണ്ടാകുന്നു. അദ്ദേഹം പറയുന്നു, ഓ, നീ വല്ലാത്തൊരു ആത്മനിർവൃതിയിൽ നീ എത്തിയല്ലോ, നീ വളരെയധികം അനുഗ്രഹീതനാണ്, രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം നിനക്ക് കിട്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, നിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു കൃഷ്ണ വിഗ്രഹവുമുണ്ട്. ഇതിൽ കൂടുതൽ നിനക്ക് ഈ ജന്മം എന്താണ് കിട്ടാനുള്ളത്? നീ കനകമഞ്ജരിയാണ്, കഴിഞ്ഞ ജന്മത്തിൽ കൃഷ്ണപ്രിയമാണ്, ഇതിൽ കൂടുതൽ നിനക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. അത് മാത്രമല്ല, നമസ്കരിക്കുന്നു. ജീവഗോസ്വാമി അദ്ദേഹത്തിന് മുന്നിൽ, കൃഷ്ണദാസിന് മുന്നിൽ, ശ്യാമാനന്ദന് മുന്നിൽ നമസ്കരിക്കുന്നു. അങ്ങനെ ഈ കിട്ടിയ വിഗ്രഹമാണ് നമ്മുടെ ശ്യാമാനന്ദ പണ്ഡിത്ത് പൂജിക്കാൻ തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പൂജാമണ്ഡലത്തിലിരുന്ന് അദ്ദേഹം എപ്പോഴും അത് പൂജിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ വിഗ്രഹമാണ് പിന്നീട് ശ്യാമസുന്ദര ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെട്ട് ശ്യാമസുന്ദരനായി എല്ലാവരും പൂജിച്ചു തുടങ്ങിയത്. ഈ വിഗ്രഹമാണ്. ഈ രാധാ ശ്യാമസുന്ദര ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.